വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഇന്നും മലയാളിക്ക് തോരാത്ത കണ്ണുനീരാണ്. മല ഇറങ്ങി വന്ന മരണം കൊണ്ടുപോയത് നൂറുകണക്കിന് മനുഷ്യജീവനുകളെയാണ്. നടുക്കുന്ന ദുരന്തത്തിന്റെ സ്മരണകളിൽ വേട്ടയാടപ്പെട്ടവരായി, നിസ്സംഗരായി, നിശബ്ദരായി നിൽക്കാതെ ദുരന്ത നിമിഷം മുതൽ വയനാട് ജനതയുടെ രക്ഷയ്ക്കും ഉയർപ്പിനും പുനരുജ്ജീവനത്തിനും വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് കേരളം. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ബാക്കിയാക്കിയ സ്വപ്നങ്ങൾക്കും ജീവിതങ്ങൾക്കും പിന്നെയും നിറം നൽകുന്നതിന് കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ കൈക്കൊണ്ട നടപടികൾ നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റെവിടെയും കാണാൻ കഴിയുന്നതായിരുന്നില്ല. കേരളം മറക്കാത്ത, ഹൃദയമലിയിക്കുന്ന ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ തോളോട് തോൾ ചേർന്ന് നിന്ന മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ നാം കണ്ടതാണ്. ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ സംസ്കരിക്കപ്പെടാൻ കഴിയാത്ത വല്ലാത്ത ഓർമ്മകളുടെ ഭാരം നമുക്കെല്ലാവർക്കുമുണ്ട്. ഒരു നിമിഷം പോലും അമാന്തിക്കാതെയാണ് സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. ഏകപക്ഷീയമായ സർക്കാർ തീരുമാനങ്ങളോ അടിച്ചേൽപ്പിക്കലുകളോ ഒന്നുമായിരുന്നില്ല. മറിച്ച് ദുരിതബാധിതരുടെ അഭിപ്രായം ആരാഞ്ഞ് അവരുടെ ആവശ്യപ്രകാരം ഒരു മനോഹരമായ ടൗൺഷിപ്പായിരുന്നു സർക്കാർ വിഭാവന ചെയ്തത്. അപ്രതീക്ഷിതമായി കടന്നുവന്ന നിയമ പോരാട്ടങ്ങളെയും വല്ലാതെ തടസ്സപ്പെടുത്തിയ പ്രകൃതിയെയും അതിജീവിച്ചാണ് സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയത്. ദുരന്തം നടന്നതിന്റെ 23-ാമത്തെ ദിവസം, അതായത് ഓഗസ്റ്റ് 23-ന് ദുരന്തത്തിന് ഇരയായവരോട് അന്നത്തെ ചീഫ് സെക്രട്ടറി പുനരധിവാസത്തെ പറ്റിയുള്ള അവരുടെ അഭിപ്രായം വീഡിയോ കോൺഫറൻസ് വഴി ആരാഞ്ഞു. പല വഴികളിലായി പിരിഞ്ഞു പോകാതെ മേപ്പാടി എന്ന സ്ഥലത്തിനുള്ളിലോ അല്ലെങ്കിൽ മേപ്പാടിയോട് ചേർന്നുള്ള ഒരിടത്തോ തങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കണം എന്നതായിരുന്നു അവരുടെ ഏകസ്വരത്തിലുള്ള ആവശ്യം. ഈ ആവശ്യം കണക്കിലെടുത്താണ് സർക്കാർ ടൗൺഷിപ്പ് എന്ന മനോഹരമായ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. ടൗൺഷിപ്പ് പദ്ധതിക്ക് ഉത്തമമായ ഇടം പ്ലാന്റേഷനുകളാണെന്ന് കണ്ടെത്തിയതിലൂടെ 25ഓളം പ്ലാന്റേഷനുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. അതിൽ 9 എണ്ണം ഭൂമിശാസ്ത്രപരമായി സുരക്ഷിതമാണെന്ന് കണ്ടെത്തി. ദുരന്തം നടന്നതിന്റെ 62-ാം ദിവസം, അതായത് ഒക്ടോബർ 3-ന് പദ്ധതിക്ക് ഏറ്റവും അനുയോജ്യമായ നെടുമ്പാല എൽസ്റ്റൺ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ ക്യാബിനറ്റ് തീരുമാനിച്ചു. തീരുമാനം കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ ആയതിന്റെ സർക്കാർ ഉത്തരവും പുറത്തിറക്കി. എന്നാൽ ദുരന്ത നിവാരണ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ പാടില്ല എന്നൊരു പരാതി ഉയർന്നു വന്നു. കോടതി ഡിസംബർ 27-ന് ഗവൺമെന്റ് ഉത്തരവ് ശരിവെച്ചു. ജനുവരി 1-ന് തന്നെ വിശാലമായൊരു പദ്ധതി തയ്യാറാക്കി അത് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു. ടോപ്പോഗ്രഫിക്കൽ, ജിയോഗ്രഫിക്കൽ, ഫിസിക്കൽ എന്നിങ്ങനെയുള്ള പരിശോധനകൾക്ക് ശേഷം 2013-ലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം നിർണയിച്ച് 2025 മാർച്ച് 27-ന് തറക്കല്ലിടാൻ സർക്കാർ തയ്യാറായി. എന്നാൽ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള ചില വിഷയങ്ങൾ വീണ്ടും കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ഒടുവിൽ ഏപ്രിൽ 11-ന് വൈകുന്നേരമാണ് 45 കോടി രൂപ രജിസ്ട്രാർ അക്കൗണ്ടിൽ ഒടുക്കുവരുത്തി ഭൂമി ഏറ്റെടുക്കാനുള്ള തുടർ നടപടികൾക്ക് കോടതി അനുവാദം നൽകിയത്. രാത്രി ട്രഷറി ഇല്ലാത്തതിനാൽ ഈ ട്രഷറി വഴി രാത്രി 10 മണിക്കുള്ളിൽ തന്നെ തുക ഒടുക്കി കളക്ടറുടെ നേതൃത്വത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തു. ഏപ്രിൽ 13-ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തുടർന്ന് അപ്രതീക്ഷിതമായി തുടർച്ചയായി പെയ്ത മഴ ഏറെ ദിവസങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി. എന്നിട്ടും 4 മാസങ്ങൾക്കുള്ളിൽ മാതൃകാ വീടും പൂർത്തീകരിച്ചു. ഈ പറഞ്ഞ തടസ്സങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ദുരന്തം നടന്ന് 1 വർഷം പൂർത്തിയാവും മുമ്പ് തന്നെ ടൗൺഷിപ്പ് പൂർത്തിയാക്കാമായിരുന്നു. അതായത് ദിവസങ്ങൾ മാത്രമാണ് പുനരധിവാസ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ലഭിച്ചത് എന്നർത്ഥം. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നല്ലവരായ മലയാളികളുടെ അകമഴിഞ്ഞ സഹായവും പിന്തുണയും ഉണ്ട് എന്നത് മറന്നുകൂടാ. മാർക്കറ്റ്, അങ്കനവാടി, കളിക്കളം, നീന്തൽക്കുളം, ക്ലബ്ബ് എന്നിങ്ങനെയുള്ള കോമൺ അമ്യൂണിറ്റീസ് ഒഴികെ ബാക്കിയുള്ള പണികൾ ഡിസംബർ 31-നകം പൂർത്തീകരിച്ച് 2026 ജനുവരി 1-ന് ദുരന്തബാധിതരെ ടൗൺഷിപ്പിൽ പുനരധിവസിപ്പിക്കാനാകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നഷ്ടപ്പെട്ടതൊന്നിനും നമുക്ക് പകരം വയ്ക്കാനാവില്ല. സർക്കാർ പദ്ധതിയിട്ട ഈ ടൗൺഷിപ്പ് ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടും നിയമപരമായി തന്നെ നേരിട്ട് പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് തന്നെ കുതിക്കുന്ന നമ്മുടെ സർക്കാരിന് അത് സാധിക്കും, ഉറപ്പ്. ഇവിടെ നാം മലയാളികൾ സർക്കാരിനൊപ്പം ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുന്നതിന്, കരുതലും കാവലുമാകുന്നതിന് ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്.